തുടർച്ചയായി 3 പതിറ്റാണ്ട് 100 മേനി വിജയം കൊയ്യുക. വല്ലാത്ത മധുരമാണ് ആ നേട്ടത്തിന്. അതിന്റെ ആഹ്ലാദ ആരവങ്ങൾ നെടുമങ്ങാട് അമൃത കൈരളി വിദ്യാഭവനിൽ ഇനിയും അടങ്ങിയിട്ടില്ല. +2-ന് 65 വിദ്യാർത്ഥികളും 10ാം ക്ലാസ്സിൽ 82 വിദ്യാർത്ഥികളുമാണ് ഇത്തവണ ഇവിടെ മാറ്റുരച്ചത്. ഉന്നത വിദ്യാഭ്യാസ നിലവാരമുള്ള സമൂഹത്തെ വാർത്തെടുക്കുന്നതിന്റെ ഭാഗമായാണ് അമൃതാനന്ദമയി മഠം നെടുമങ്ങാട് അമൃത കൈരളി വിദ്യാഭവന് തുടക്കം കുറിച്ചത്. 3 പതിറ്റാണ്ട് പിന്നിടുന്ന സ്കൂളിന്റെ 100 മേനി തേരോട്ടം ഈ അധ്യയന വർഷവും തുടർന്നു. റിസൾട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ക്ലാസ് 12ൽ 65 കുട്ടികളാണ് എക്സാമിനേഷൻ എഴുതിയത്. അതിൽ കോമേഴ്സ് സെക്ഷനിൽ 500-ൽ 495 മാർക്ക് വാങ്ങി വിപിൻ ശങ്കർ ഒന്നാമതായി എത്തിയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് നമ്മുടെ ട്രിവാൻഡ്രം സോണിൽ ഒന്നാമതായി വിപിൻ ശങ്കറാണ് എത്തിയിരിക്കുന്നത്. സയൻസ് സ്ട്രീമിൽ ആദിത് ബിജു 96.2 മാർക്സ് വാങ്ങി ഒന്നാമതായും മറ്റ് 61 കുട്ടികളും വളരെ നല്ല റിസൾട്ടാണ് സ്കൂളിന് നേടി തന്നിരിക്കുന്നത്. ക്ലാസ് 10ൽ 82 കുട്ടികൾ പരീക്ഷ എഴുതിയതിൽ അൽവീന ഫാത്തിമ 97.8 മാർക്ക് വാങ്ങി ടോപ്പായും മറ്റു കുട്ടികളും മികച്ച വിജയം കൈവരിച്ചിരിക്കുകയാണ്. സ്കൂളിൽ ഒരുക്കിയിരിക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ രാജ്യത്തെ മറ്റ് CBSE സ്കൂളുകളെക്കാൾ ഒരുപടി മുകളിലാണ്. എനിക്ക് സത്യം പറഞ്ഞ ഒരു ഹോംലി അറ്റ്മോസ്ഫിയർ തന്നെയാണ് തോന്നുന്നത്. കാരണം നമുക്ക് ഒരു ഒരു തോന്നില്ല. നമുക്കൊരു ഹോംലി അറ്റ്മോസ്ഫിയറാണ്. എല്ലാ ടീച്ചേഴ്സും മാനേജ്മെൻ്റ് ആണെങ്കിലും നമുക്കൊരു ഹോംലി അറ്റ്മോസ്ഫിയർ ആണ്. മാത്രമല്ല ഇനി ഇങ്ങോട്ട് വരുന്ന കുട്ടികളോട് പറയാനുള്ളത് മാക്സിമം നമ്മുടെ സ്കൂൾ തരുന്ന ഓപ്പർച്യൂണിറ്റീസ് യൂട്ടിലൈസ് ചെയ്യുക. അക്കാഡമിക്കിനോടൊപ്പം സ്വന്തമായിട്ട് ആ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് അവരുടെ ടാലൻസ് കൂടി ഡെവലപ്പ് ചെയ്യാനുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസും അത് ഉപയോഗിക്കുക, അതൊന്ന് യൂട്ടിലൈസ് ചെയ്യുക എന്ന് തന്നെയാണ് പറയാനുള്ളത്. കുട്ടികളുടെ ബൗദ്ധികവും ആധ്യാത്മികവുമായ നിലവാരം ഉയർത്തുന്ന പരിപാടികളാണ് സ്കൂളിൽ ഒരുക്കിയിരിക്കുന്നത്. കലാ കായിക മത്സരങ്ങളിൽ ദേശീയ അന്തർദേശീയ തലങ്ങളിൽ വരെ വിദ്യാർത്ഥികൾ വിജയം നേടിയിട്ടുണ്ട്. പുതിയ സാങ്കേതിക വിദ്യയായ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും സ്കൂളിലെ പാഠ്യവിഷയമാണ്. എടുത്തു പറയേണ്ടത് നമ്മുടെ അറ്റൽ തിങ്കറിംഗ് ലാബിനെ കുറിച്ചിട്ടാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഞങ്ങളുടെ സ്കൂളിലെ ഒരു പ്രധാന സബ്ജക്റ്റാണ്. അതുപോലെ നമ്മുടെ മികച്ച ലാബുകൾ, അതുപോലെ കുഞ്ഞുങ്ങൾക്കൊക്കെ മോറൽ എഡ്യൂക്കേഷൻ കൊടുക്കാറുണ്ട്. യോഗ, മ്യൂസിക്, ഡാൻസ് എന്നിവയ്ക്ക് കളരിപ്പയറ്റ് ഉൾപ്പെടെ ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഈ സ്കൂളിൽ. വിദ്യാർത്ഥികളുടെ നൈസർഗിക കഴിവുകളെ പരിപോഷിപ്പിക്കുന്നതിന് സ്കൂൾ റേഡിയോയും പ്രവർത്തന സജ്ജമാണ്. Hello Amrita Kairali, this is me RJ Michelle. Now we have Sneha with me for a beautiful song. അമ്പലപ്പുഴേ ഉണ്ണിക്കണ്ണനോടു നീ. ഹയർ സെക്കൻഡറി വിഭാഗത്തിലേക്ക് ഉന്നത വിജയം നേടിയ ഏതൊരു വിദ്യാർത്ഥിക്കും സീറ്റ് നൽകാൻ സ്കൂൾ സന്നദ്ധമാണ്. പ്രകൃതി സൗഹൃദമായി പരിസ്ഥിതിക്കിണങ്ങുന്ന തരത്തിലാണ് നെടുമങ്ങാട് അമൃത കൈരളി വിദ്യാഭവൻ ഒരുക്കിയിരിക്കുന്നത്. പാഠ്യേതര വിഷയങ്ങളിൽ അമൃത കൈരളി വിദ്യാഭവൻ തുടർന്നു വന്ന മികവാണ് 10-12 ക്ലാസ്സുകളിലെ ഉന്നത വിജയത്തിലും പ്രതിഫലിച്ചത്. ക്യാമറമാൻ സനൽകുമാറിനൊപ്പം രജിത് കുമാർ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഈ അധ്യയന വർഷവും ഉന്നത വിജയം കരസ്ഥമാക്കാൻ കഴിഞ്ഞതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് തിരുവനന്തപുരം കൈമനം അമൃത വിദ്യാലയം. തുടർച്ചയായി 10ാം ക്ലാസ് +2 വിദ്യാർത്ഥികൾ സ്വന്തമാക്കുന്ന 100% വിജയം സ്കൂൾ അധ്യയന നിലവാരത്തിലെ മാറ്റം വർദ്ധിപ്പിക്കുകയാണ്. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ കൈമനം ആശ്രമത്തിന്റെ ഭാഗമായി 1992-ലാണ് അമൃത വിദ്യാലയം ആരംഭിക്കുന്നത്. CBSEയിൽ 4ാം ക്ലാസ് വരെ ആരംഭിച്ച സ്കൂളിൽ 2001-ൽ ആദ്യ 10ാം ക്ലാസ് ബാച്ച് തുടങ്ങിവെച്ച 100 മേനി വിജയമാണ് 1/4 നൂറ്റാണ്ടിലേക്ക് എത്തുമ്പോഴും പത്തരമാറ്റോടെ നിലനിർത്തി പോകുന്നത്. 2024-25 അധ്യയന വർഷത്തിൽ CBSE 10-12 ക്ലാസ്സുകളിലേക്ക് നടത്തിയ പരീക്ഷയിൽ 100% വിജയം കൈവരിക്കാൻ കൈമനം അമൃത വിദ്യാലയത്തിന് കഴിഞ്ഞു. ആ വിജയത്തിൻ്റെ പിന്നിൽ പരമഗുരുവായ അമ്മയുടെ കാരുണ്യത്തിന് ആദ്യം ഞാൻ നന്ദി പറയട്ടെ. മികച്ച നിലവാരമുള്ള അധ്യയന സൗകര്യങ്ങളും മികച്ച അധ്യാപകരുടെ അത്യധ്വാനവും അതിനുപരി കുട്ടികളുടെ അത്യധ്വാനവും ഈ വിജയത്തിൻ്റെ പിന്നിലുണ്ട്. എല്ലാ പിന്തുണയും തന്നുകൊണ്ട് കുട്ടികളുടെ പിന്നിൽ പ്രവർത്തിച്ച രക്ഷകർത്താക്കളെയും ഞാൻ ഈ അവസരത്തിൽ സ്മരിക്കുകയാണ്. 10ാം ക്ലാസ്സിൽ 85 കുട്ടികൾ പരീക്ഷ എഴുതിയതിൽ 55 പേർ ഡിസ്റ്റിങ്ഷൻ നേടി. ബാക്കിയുള്ള കുട്ടികൾ ഫസ്റ്റ് ക്ലാസ് വിജയമാണ് കൈവരിച്ചത്. 12ാം ക്ലാസ്സിൽ 56 കുട്ടികൾ പരീക്ഷ എഴുതിയതിൽ 45 പേരും ഡിസ്റ്റിങ്ഷൻ നേടുകയാണ് ഉണ്ടായത്. ബാക്കിയുള്ള കുട്ടികൾ ഫസ്റ്റ് ക്ലാസ് നേടി. 10ാം ക്ലാസ്സിൽ 98.2% മാർക്കോടുകൂടി ആകാശ് എന്ന കുട്ടിയും 12ാം ക്ലാസ്സിൽ 96.4% മാർക്കോടുകൂടി കീർത്തന SL എന്ന കുട്ടിയും സ്കൂൾ
ടോപ്പർമാരായി. സ്കൂൾ അന്തരീക്ഷത്തെക്കുറിച്ചും പഠന നിലവാരത്തെക്കുറിച്ചും വിദ്യാർത്ഥികൾക്കും മികച്ച അഭിപ്രായമാണ്. നമുക്ക് വീട്ടിൽ നിന്ന് പഠിക്കുന്നത് പോലെ തന്നെ ഇവിടെ നിന്ന് പഠിച്ച് പോകാൻ പറ്റും. എനിക്ക് 10ൽ 81 കിട്ടിയതുപോലെ തന്നെ ഇനി പോകുന്ന കുട്ടികൾക്കും കിട്ടി നല്ല മാർക്കോടെ പോകാൻ പറ്റും. ടീച്ചേഴ്സിൻ്റെയൊക്കെ നല്ല രീതിയിലുള്ള സപ്പോർട്ടുകളാണ്. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ചെയ്യുന്നതും ഇവിടെ നല്ല രീതിയിലുള്ള സപ്പോർട്ടുകളും കിട്ടും. വിവിധ വിഷയങ്ങളിൽ സ്കൂൾ ഒരുക്കിയിരിക്കുന്ന ലാബ് സൗകര്യങ്ങളും വിശാല ലൈബ്രറിയും പഠനരംഗത്തെ മുന്നേറ്റത്തിന് സഹായകരമാണ്. പാഠ്യേതര വിഷയങ്ങളായ കലാ കായിക രംഗങ്ങളിൽ നൽകുന്ന പരിശീലനം ഈ മേഖലയിലെ മികച്ച നേട്ടം സ്വന്തമാക്കാനും സ്കൂളിനെ പ്രാപ്തമാക്കിയിട്ടുണ്ട്. അടുത്ത അധ്യയന വർഷവും 100ൽ 100 എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് കൈമനം അമൃത വിദ്യാലയത്തിന്റെ പ്രവർത്തനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം.